ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, ഞങ്ങൾ എഴുതുകയാണ്, ഇതെല്ലാം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സ്കൂൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഈ വാചകങ്ങൾ ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വാക്ക് നമ്മൾ മനസ്സിലാക്കണം. അവൻ എഴുതുകയാണ്. ഈ വാചകത്തില് ആരാണ് എഴുതുന്നത്? അവൻ. അപ്പൊ അവനാണ് സബ്ജക്റ്റ്, കർത്താവ്. ആ എഴുതുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് അവനാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. സബ്ജക്റ്റിന്റെ കൂടെ ഒന്നുകിൽ ആം വയ്ക്കും, അല്ലെങ്കിൽ ഈസ് വയ്ക്കും, അല്ലെങ്കിൽ ആർ വയ്ക്കും. ആം ഐക്ക് വേണ്ടി മാത്രമാണ്, ഈസ് സിംഗുലറിന് വേണ്ടി, ആർ പ്ലൂറലിന് വേണ്ടി. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യും? ബേസ് ഫോം വയ്ക്കും. വെർബിന്റെ ക്രിയയുടെ ബേസ് ഫോം വയ്ക്കും. വെർബിന്റെ 4 ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുക. ബേസ് ഫോമിന്റെ കൂടെ ING, ആ 3 അക്ഷരങ്ങളും കൂടി കൂട്ടി വയ്ക്കും. അതിനെ ING ഫോം എന്നും പറയാറുണ്ട്. ഇങ്ങനെയാണ് ഈ വാചകം ഉണ്ടാക്കുന്നത്. ഞാൻ വെച്ചുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഞാൻ എഴുതുകയാണ്, അതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യം. ഈ 4 വാചകങ്ങൾ കണ്ടു. ഇന്ന് നമ്മൾ കാണുന്നത് സിംഗുലർ ഈസ് വെച്ച് ഉപയോഗിക്കുന്നതാണ്. അവൻ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി ഈസ് റൈറ്റിംഗ്. ഹി സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിക്കുന്നു. ഈസ് റൈറ്റ് ബേസ് ഫോം അതിന്റെ കൂടെ ING വയ്ക്കുമ്പോൾ റൈറ്റിംഗ് എന്ന് കിട്ടും. ഹി ഈസ് റൈറ്റിംഗ്. ഹി ഈസ് റൈറ്റിംഗ്. അവൻ എഴുതുകയാണ്. മലയാളത്തിൽ നമ്മൾ പറയുന്ന അവൻ എഴുതുകയാണ്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഹി ഈസ് റൈറ്റിംഗ്. ഹി ഈസ് റൈറ്റിംഗ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ പറയണം. ഹി ഈസ് റൈറ്റിംഗ് അല്ല, ഹി ഈസ് റൈറ്റിംഗ്. ഹി ഈസ് റൈറ്റിംഗ്. ഹി ഈസ് എന്നുള്ളത് ഒരുമിച്ച് പറഞ്ഞ് ശീലിക്കണേ. അപ്പൊ ഹീക്ക് പകരം ഏത് സിംഗുലർ വേണമെങ്കിലും വയ്ക്കാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാള്. ഷീ, രാജു, സീത, മൈ ഫ്രണ്ട്, മൈ ടീച്ചർ, യുവർ ബ്രദർ, ഹിസ് സിസ്റ്റർ. ഏത് സിംഗുലർ വാക്ക് വേണമെങ്കിലും ഹീക്ക് പകരം വയ്ക്കുക. അതിന്റെ കൂടെ ഈസ് എന്നായിരിക്കും വയ്ക്കുക. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. അവൻ ഒരു കഥ എഴുതുകയാണ്. ഹി ഈസ് കട്ടിംഗ് എ ട്രീ. He is cutting a tree. അവൻ ഒരു മരം മുറിക്കുകയാണ്. He is playing football. അവൻ ഫുട്ബോൾ കളിക്കുകയാണ്. He is teaching English. അയാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. He is cleaning my room. അയാൾ എന്റെ മുറി ക്ലീൻ ചെയ്യുകയാണ്. He is reading a book. അയാൾ ഒരു പുസ്തകം വായിക്കുകയാണ്. He is doing my homework. അയാൾ എന്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ he is doing his homework എന്ന് പറയാം. അയാൾ അയാളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഷീ വെച്ച് എല്ലാം ഒരുപോലെ തന്നെയാ അല്ലേ? ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. അവൾ ഒരു കഥ എഴുതുകയാണ്. ഷീ ഈസ് കട്ടിംഗ് എ ട്രീ. അവൾ ഒരു മരം മുറിക്കുകയാണ്. ഷീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കുകയാണ്. ഷീ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഷീ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഷീ ഈസ് ക്ലീനിങ് മൈ റൂം. അവൾ എന്റെ മുറി ക്ലീൻ ചെയ്യുകയാണ്. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിക്കുകയാണ്. ഷീ ഈസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. ഷീ ഈസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. രാജു വെച്ച് രാജു ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. രാജു ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. രാജു ഒരു കഥ എഴുതുകയാണ്. രാജു ഈസ് കട്ടിംഗ് എ ട്രീ. രാജു ഒരു മരം മുറിക്കുകയാണ്. രാജു ഈസ് പ്ലേയിങ് ഫുട്ബോൾ. രാജു ഫുട്ബോൾ കളിക്കുകയാണ്. രാജു ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. രാജു ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. രാജു ഈസ് ക്ലീനിങ് മൈ റൂം. രാജു ഈസ് ക്ലീനിങ് മൈ റൂം. രാജു എന്റെ മുറി ക്ലീൻ ചെയ്യുകയാണ്. രാജു ഈസ് റീഡിംഗ് എ ബുക്ക്. രാജു ഒരു പുസ്തകം വായിക്കുകയാണ്. രാജു ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്. രാജു ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്. രാജു അവന്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. സീത വെച്ച് അതുപോലെ തന്നെയാണ്. സീത ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. സീത ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. സീത ഒരു കഥ എഴുതുകയാണ്. സീത ഈസ് കട്ടിംഗ് എ ട്രീ. സീത ഒരു മരം മുറിക്കുകയാണ്. സീത ഈസ് പ്ലേയിങ് ഫുട്ബോൾ. സീത ഫുട്ബോൾ കളിക്കുകയാണ്.
സീത ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. സീത ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. സീത ഈസ് ക്ലീനിങ് മൈ റൂം. സീത എന്റെ മുറി ക്ലീൻ ചെയ്യുകയാണ്. സീത ഈസ് റീഡിങ് എ ബുക്ക്. സീത ഒരു പുസ്തകം വായിക്കുകയാണ്. സീത ഈസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. സീത ഈസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. സീത അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണ്. മൈ ഫ്രണ്ട് ഇതുപോലെ തന്നെ. മൈ ഫ്രണ്ട് ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. എന്റെ ഫ്രണ്ട് ഒരു കഥ എഴുതുകയാണ്. മൈ ഫ്രണ്ട് ഈസ് കട്ടിങ് എ ട്രീ. എന്റെ ഫ്രണ്ട് ഒരു മരം മുറിക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് പ്ലേയിങ് ഫുട്ബോൾ. എന്റെ ഫ്രണ്ട് ഫുട്ബോൾ കളിക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. എന്റെ ഫ്രണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് ക്ലീനിങ് മൈ റൂം. എന്റെ ഫ്രണ്ട് എന്റെ മുറി ക്ലീൻ ചെയ്യുകയാണ്. മൈ ഫ്രണ്ട് ഈസ് റീഡിങ് എ ബുക്ക്. എന്റെ ഫ്രണ്ട് ഒരു പുസ്തകം വായിക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്. എന്റെ ഫ്രണ്ട് അവന്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഈ രീതിയിലാണ് ഈ വാചകം പറയുന്നത്. ഹി ഈസ് റൈറ്റിംഗ്. ഇതുപോലെ ഏതെങ്കിലും വാക്കുകൂടി കൂടിച്ചേർത്താല് നമുക്ക് കുറെ കൂടി അർത്ഥമുള്ളതായിട്ട് തോന്നും. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വെർബുകൾ ഉപയോഗിച്ച് ഇതുപോലെ സിംഗുലർ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഒരാളെ കൂടി കിട്ടിയിട്ട് ഒരാൾ മലയാളം, മറ്റൊരാൾ അതിന്റെ ഇംഗ്ലീഷ് 10 പ്രാവശ്യം ഓരോ വാചകവും പറയണം. ഇംഗ്ലീഷിലെ ചില വെർബ്സ് ക്രിയകൾ ഇതുപോലെ ഉപയോഗിക്കാറില്ല. ഈസ് റൈറ്റിംഗ്, ആം റൈറ്റിംഗ് അതുപോലെ ഉപയോഗിക്കാറില്ല. അത് പിന്നീട് നമുക്ക് കാണാം. ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. ഈ 4 ഫോംസ് പഠിക്കണം. പുതിയ വാക്കുകളും പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം. എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ
ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് വെർബിന്റെ ലിസ്റ്റുകളിൽ 4ാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത്. 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണെന്ന് നമുക്കറിയാം. ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോമിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഉച്ചാരണം, സ്പെല്ലിങ്, അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ ഞാൻ വായിക്കുകയാണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്, ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്, ഷൂട്ട്, ഷോട്ട്, ഷോട്ട്, സിറ്റ്, സാറ്റ്, സാറ്റ്, സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ്, ഷൈൻ, ഷോൺ, ഷോൺ, win, won, won, stand, stood, stood, understand, understood, understood. അപ്പൊ ഈ വെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇനിയുള്ള വെർബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും, അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും. എന്തിനോട് കൂടെ? പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ. അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ആ വെർബ്സ് ഒന്ന് വായിക്കുകയാണ്. Announce, announced, announced, fear, feared, feared, obey, obeyed, obeyed, love, loved, loved, laugh, laughed, laughed, lie, lied, lied, live, lived, lived, ignore, ignored, ignored, improve, improved, improved, knock, knocked, knocked, offer, offered, offered, play, played, played, pray, prayed, prayed, prove, proved, proved, protect, protected, protected, punish, punished, punished, receive, received, received, save, saved, saved, smile, smiled, smiled, walk, walked, walked. അപ്പൊ ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം. അപ്പൊ ഈ വെർബുകൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അർത്ഥം മറക്കാതെ പഠിക്കണം. ഓക്കെ.